പുതിയതിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ജോയ്സ് പാലസിക്കാണ്. നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. സോ ഹോപ്പ് യു ഗെറ്റ് ഇൻ ദിസ് വീഡിയോ. ഹലോ, അപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ ശക്തൻ സാറിൻ്റെ അടുത്തുള്ള ജോയ്സ് പാലസിക്കാണ്. അപ്പം നമ്മൾ രാത്രി ഡിന്നർ കഴിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബൊഫേറ്റ് ഉണ്ട് ഓൾറെഡി. പെർ ഹെഡ് 599 രൂപയാണ് വരിക. അപ്പോൾ ചാർജ് വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ ഈ ബൊഫേറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കൂടെ കയറി മുകളിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെയിറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ തരും. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് ബൊഫേറ്റാണ് കഴിക്കാൻ ഉദ്ദേശിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൊഫേറ്റിൽ അവിടെ ഫുഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കിയിട്ട് എടുക്കുക. പ്ലേറ്റ് അനുസരിച്ചായിരിക്കും ചാർജ് തരിക. അപ്പോൾ നമ്മൾ എത്ര പ്ലേറ്റ് ഉണ്ടോ അത്രയും അതിനനുസരിച്ച് ഓരോ പ്ലേറ്റിന് വെച്ചിട്ട് 599 രൂപ വെച്ചിട്ട് എടുക്കും. പിന്നെ GST ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇവിടുത്തെ ബില്ലിൽ. അപ്പം നമുക്ക് അവിടെ എന്തൊക്കെയുണ്ട്, ഡെസേർട്ട് ഉണ്ടെങ്കിൽ ഡെസേർട്ടും എല്ലാതും നമുക്ക് ട്രൈ ചെയ്യാം, കഴിക്കാം. പിന്നെ അതെല്ലാം നമുക്ക് അലാക്കാട്ടും യൂസ് ചെയ്യാം. അതായത് നമ്മുടെ മെനു കാർഡ് നോക്കിയിട്ട് നമുക്ക് എന്താണ് നമുക്ക് കഴിക്കണം എന്നുള്ള താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ഇപ്പോൾ ഫ്രഷ് ജ്യൂസോ അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെ വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവന്ന് തരും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഫുഡ് കഴിക്കാം. ഇതിനൊരു ലിമിറ്റും ഇല്ല. നമുക്ക് വയറ് നിറയണോളം തൃപ്തിയാവണോളം നമുക്ക് ഫുഡ് കഴിക്കാം. 599 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബൊഫേറ്റ് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ടേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് മഷ്റൂം ക്രീം സൂപ്പും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ സൂപ്പും ആയിരുന്നു ഉണ്ടായിരുന്നത്. 2 സൂപ്പും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ചും കൂടി ടേസ്റ്റിൽ ഇങ്ങനെ എടുത്ത് നിൽക്കണ്ടായിരുന്നത് നമ്മുടെ ചിക്കൻ സൂപ്പായിരുന്നു. അതിൻ്റെ ഒപ്പം നൂഡിൽസിൻ്റെ ഇതുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റിൽ അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മെയിൻ കോഴ്സ് ആയിട്ടുണ്ടായിരുന്നത് ബട്ടർ റൊട്ടി പിന്നെ തന്തൂരി റൊട്ടി ആയിരുന്നു. പിന്നെ റൈസായിട്ട് പ്ലെയിൻ റൈസും പുതിന പുലാവ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അതിൽ ബട്ടർ റൊട്ടിയും അതുപോലെ തന്നെ തന്തൂരി റൊട്ടിയും നല്ല രസമായിരുന്നു. ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതിൻ്റെ കൂടത്തിൽ. അതിങ്ങനെ കഴിച്ച് പോകാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്ലെയിൻ റൈസിന് അതുപോലെ കറികളുണ്ടായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുതിന പുലാവ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിലും അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നതിന് നമുക്ക് ഇങ്ങനെ ഒരു പേടി ഉണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഇല്ലെന്ന്. അതൊന്നും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുതിന പുലാവിനും. അപ്പോൾ കൂടുതലും പുതിന പുലാവാണ് ഞാനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഈ പുതിനയുടെ ഒക്കെ മണവും അതുപോലെ തന്നെ എല്ലാതുമായിട്ട് നല്ല രസത്തിലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കിതിൽ സൈഡിക്ക് കറികളായിട്ട് നമുക്ക് പനീറിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഗോബി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഡ്രൈ ഗോബി തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ റീഫിൽ ചെയ്യണുണ്ടായിരുന്നു. പിന്നെ ക്രീമി പാസ്ത ഉണ്ടായിരുന്നു. പാസ്ത നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചെട്ടിനാട് ചിക്കൻ കറി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫിഷ് ടിക്ക മസാല. അത് ഫിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഒരു ഇതാണ് ടിക്ക മസാല. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു, വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെട്ടിനാട് ചിക്കൻ കറി എന്ന് പറഞ്ഞപ്പോൾ പൊളിയാണ്. നമ്മളിങ്ങനെ കടയ്ക്കൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന ചിക്കൻ കറിയുടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മസാല ഒക്കെ ഇട്ടിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ സൈഡിൽ നമുക്കിങ്ങനെ പ്ലെയിൻ റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ദാല്, പിന്നെ അതുപോലെ തന്നെ റൈത്ത, പിന്നെ അതുപോലെ പിക്കിൾ, ഇത് 3ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഇതിൽ സൈഡ് ഡിഷ് പോലെയായിട്ട് ഗ്രീൻ സാലഡ്, ടൂണ സാലഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും കൂട്ടിയിട്ട് ഇങ്ങനെ കഴിച്ച് നല്ല വയറൊക്കെ നിറഞ്ഞ് സുഖമായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡെസേർട്ടായിട്ടുണ്ടായിരുന്നത് ഐസ്ക്രീമും പിന്നെ പേസ്ട്രി, പിന്നെ അതുപോലെ തന്നെ ഗുലാബ് ജാമുൻ ആയിരുന്നു. പേസ്ട്രി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റെഡ് വെൽവെറ്റിൻ്റെ കേക്കൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ്ഫുള്ളായിരുന്നു കേട്ടോ എല്ലാതും ഉണ്ടായിരുന്നതൊക്കെ. ഇവിടുത്തെ ഫുഡ് എല്ലാതും ഉണ്ടായിരുന്ന എല്ലാതും നല്ല ടേസ്റ്റിലാണ് ഫുഡും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെ സെർവ് ചെയ്യുന്നതും എല്ലാതും നല്ല ഇതായിട്ട് നമ്മുടെ ഹോസ്പിറ്റാലിറ്റി എന്നൊക്കെ അറിയില്ലേ, ഇവിടുത്തെ ഈറ്റേഴ്സ് എല്ലാവരും നല്ലൊരു
എന്താ പറയുക, നമുക്കൊരു നല്ല സുഖമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. നല്ല ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാൻ, നല്ല സന്തോഷത്തിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അവരുടെ 18th ആനിവേഴ്സറി ആയിരുന്നു ഞങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു ഇയർ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി അവർ ഒരു 18% ഡിസ്കൗണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളൊരു സ്പിന്നർ വീൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 18% ഏതാ വരുന്നതെന്ന് വെച്ചാൽ അതിന് അത്രയും ഡിഡക്റ്റ്. അപ്പം ഞങ്ങളുടെ ബില്ലിൽ നിന്ന് 18% ഡിഡക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ബില്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലോബിക്ക് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ ജോയ്സ് പാലസിൻ്റെ ഒരു ചെറിയ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കയറുമ്പോൾ ഒരു ഹോംലി ഫീലാണ് സത്യം പറഞ്ഞാൽ. നല്ല ഒരു ആംബിയൻസോടെയാണ് നമുക്ക് ഫുഡ് കഴിക്കുന്നത്. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.